ഹായ്. ധീരൻ ഡയറക്റ്റഡ് ബൈ ദേവദത്ത് ഷാജി. ഭീഷ്മപർവത്തിന്റെ റൈറ്ററാണ് ആള്. അയാളുടെ ആദ്യത്തെ ഡയറക്ഷണൽ ഡെബ്യൂ ആണ് പടം. ഈ സിനിമ ഒരു 30 വർഷം മുമ്പ് റിലീസായിരുന്നെങ്കിലുണ്ടല്ലോ ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫ്രഷ് സ്റ്റോറി എന്നൊക്കെ പറയാമായിരുന്നു. കാരണം ഈ പടത്തിന്റെ ഒരു ടോട്ടൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള സിനിമകളുണ്ടല്ലോ, പണ്ടത്തെ മലയാളം തമാശ സിനിമകൾ. അതായത് ഒരാൾ നാട് വിട്ടു പോകുന്നു, അയാൾ അന്വേഷിച്ച് കുറെ നാട്ടുകാരും കുടുംബക്കാരൊക്കെ പോകുന്നു, അവസാനം ഒരു കൂട്ടത്തല്ല്, പിന്നെ അതിൻ്റെ കുറെ തമാശ കാര്യങ്ങൾ. ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു ഫ്രെയിമിലാണ് ഈ പടവും ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ ചില പുതിയ കാഴ്ചപ്പാടുകളും ചില പുതിയ ആശയങ്ങളെല്ലാം കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ടോട്ടൽ ഫ്രെയിം പഴയതായത് കൊണ്ട് നമുക്കത് വലിയൊരു പുതുമയായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ അയാൾ ശ്രമിച്ചിട്ടുണ്ട്. സോ ഈ പടം ബേസിക്കലി ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു 2 മണിക്കൂർ 15 മിനിറ്റ് ഉള്ള ഒരു ഫീൽ ഗുഡ് പടം. അത്യാവശ്യം തമാശകളൊക്കെ ഉണ്ട്. തമാശകൾ ചിലതെല്ലാം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ ഈ പടം ബോറടിപ്പിക്കുന്നില്ല. ബോറടിക്കാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിലെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആണ്. ആർട്ടിസ്റ്റുകളെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജഗദീഷ്, അശോകൻ, സുധീഷ്, മനോജ് കെ ജയൻ, വിനീത്, ക്ലാസിക്കൽ ഡാൻസർ വിനീത്, പിന്നെ ഇത് കൂടാതെ സിദ്ധാർത്ഥ ഭരതൻ, പിന്നെ ലീഡ് റോൾ അഭിനയിച്ചിട്ടുള്ള രാജേഷ് മാധവനാണെങ്കിലും ഇവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ആർട്ടിസ്റ്റുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എവിടെ അങ്ങനെ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ പടത്തിൻ്റെ ടോട്ടൽ സ്ട്രക്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പുതുമയൊന്നും തോന്നില്ല. കാരണം ഇത് ഒരുപാട് തവണ നമ്മൾ കണ്ട് പഴയ കാലത്തൊക്കെ കണ്ട് ചിരിച്ച് എൻ്റർടൈൻ ചെയ്ത് അതേ ടൈപ്പിൽ തന്നെയാണ് ഈ ഒരു കഥയും പറഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ കഥാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ വലിയൊരു പുതുമയൊന്നും ഇതിൽ പറയാനൊന്നുമില്ല. പക്ഷെ ബോറടിപ്പിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ബോറടിപ്പിക്കുകയില്ല. തമാശകളൊക്കെ അത്യാവശ്യം വർക്കായിട്ടുണ്ട്. നമുക്ക് ചിരിക്കാനുള്ളതൊക്കെ അത്യാവശ്യം ഈ പടത്തിനകത്തുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ തമാശയും അങ്ങനെ ക്ലിക്കായിട്ടൊന്നുമില്ല. ചില കാര്യങ്ങളൊക്കെ സിറ്റുവേഷൻ തമാശകൾ, പിന്നെ ചില വെർബലായിട്ട് തമാശകളൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ചത്, ഞാൻ വിചാരിച്ചു ജഗദീഷ് ആയിരിക്കും ഈ പടത്തിൽ ഞെട്ടിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ആക്ച്വലി സുധീഷാണ് ഈ പടത്തിൽ ശരിക്കും ഞെട്ടിച്ചിട്ടുള്ളത്. കാരണം സുധീഷ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ടൈപ്പ് ക്യാരക്ടറായിരുന്നു. അത് നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. അശോകൻ ഗംഭീരമാക്കിയിട്ടുണ്ട്. അശോകൻ്റെ ഒരു പ്രപ്പോസൽ സീനൊക്കെ സൂപ്പറായിരുന്നു. മനോജ് കേജൻ ആസ് യൂഷ്വൽ എല്ലാ സമയത്തും ഉള്ള പോലെ തന്നെയാണ്. അങ്ങനെ വലിയൊരു വെറൈറ്റി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ അയാൾ ബോറടിപ്പിച്ചിട്ടില്ല. പിന്നെ ജഗദീഷും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരിക്കും ഞെട്ടിച്ചത് സുധീഷാണ്. വിനീത് കുറച്ചുകൂടി നെഗറ്റീവ് ഷെയ്ഡിലൊരു ക്യാരക്ടറിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അതും വലിയ മോശമാക്കാതെ തരക്കേടില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കുറച്ച് വീക്കായി തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ പടത്തിലെ വില്ലനായിട്ടുള്ള ഗുണ്ടാ ശരവണന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും ആ ക്യാരക്ടറിന്റെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാലും എനിക്ക് അത്ര വലിയ സ്ട്രോങ് നെഗറ്റീവ് വില്ലനായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ആ ഒരു പ്ലോട്ട്, ഈ തമിഴ്നാട് പ്ലോട്ട് അവതരിപ്പിച്ചിട്ടുള്ളതും കുറച്ച് വീക്കായിട്ടാണ്. പക്ഷേ ഇവർ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു ഭാഗമുണ്ട്, അത് നല്ല സൂപ്പറായിരുന്നു. അവിടെ നമ്മുടെ ആർട്ടിസ്റ്റിന്റെ പേര് ശബരീഷ് വർമ്മയുടെ പെർഫോമൻസ് ആണെങ്കിലും, പിന്നെ വേറൊരാൾ അഭിനയിച്ചിട്ടുണ്ട്, പേര് ഞാൻ മറന്നുപോയി, ഒരു ഗായകനായിട്ട്, അതായത് ഈ രാജേഷ് മാധവന്റെ ഹളിയനായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട്. അയാളുടെ പെർഫോമൻസും നന്നായിരുന്നു. പിന്നെ ഇതിങ്ങനെ പിടിച്ചിരുത്തുന്ന പടമൊന്നുമല്ല കേട്ടോ. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ചെറിയ ചില ഒരു നല്ല മൊമെന്റ് കിട്ടുന്നുള്ളതല്ലാതെ ത്രൂ ഔട്ട് നമ്മളങ്ങനെ കൊണ്ടുപോകുന്നില്ല. പിന്നെ ഈ പടത്തിന്റെ അവസാനം വരെ നമ്മൾ പിടിച്ചിരുത്തി ഇയാളെ കണ്ടുപിടിക്കണം അങ്ങനെ തോന്നലൊന്നും നമുക്ക് ഉണ്ടാക്കില്ല. ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാക്കില്ല. ഈ സിനിമയിൽ തന്നെ സിദ്ധാർത്ഥ ഭരതൻ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് വേണം. പക്ഷെ ഈ പടത്തിൽ ഒരു ഭാഗത്തും ഒട്ടും എക്സൈറ്റ്മെന്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു തമാശ എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ തമാശയായിട്ട് പറയാം. പിന്നെ ഈ സിനിമയിൽ ചില ഡയലോഗ്സ് ഉണ്ട്. അതായത് ജഗദീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും മിനിമം 2 ആംഗിളെങ്കിലും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ പടത്തില് മനോജ് കേജന്റെ ഒരു ഹിന്ദി കവിതയുണ്ട്, ഗുൽമോഹർ കി സാത്ത് ദിൻ. അതൊക്കെ അങ്ങനെയുള്ള ചില തമാശകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. സോ ഇതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ത്രൂ ഔട്ട് ബോറടിച്ചിരിക്കേണ്ടെന്ന് വരില്ല. ചില സമയത്ത് ഒരു ചിരി കിട്ടും. ഫുൾ ടൈം ചിരിയൊന്നുമില്ല, ഇടയ്ക്കൊരു ചിരി, പിന്നെ ഡൗൺ ആവും, വീണ്ടും ചിരി, പിന്നെ ഡൗൺ ആവും. എന്നാലും ഇന്റർവെല്ലിന് ശേഷമുള്ള ഒരു തമിഴ്നാട് പ്ലോട്ട് അത് കുറച്ചുകൂടി നല്ല രീതിയിൽ അവർക്ക് ചെയ്യാമായിരുന്നു. ഇനി ഇത്രയാണ് ഈ പടം എന്ന് പറയുന്നത്. പക്ഷെ രസമാണ് കേട്ടോ, ബോറടിക്കില്ല, കണ്ടിരിക്കുക. ഈ പടം ഒരു ഫീൽ ഗുഡ് ടൈപ്പ് പടമാണ്. നഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം, അതുപോലെ തന്നെ എമൗണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് തന്നെ കയറുക. വലിയ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു സാധാരണ സിനിമ, ആ ഒരു മൈൻഡിൽ കയറിയാൽ മതി. പടത്തിന്റെ മ്യൂസിക് ആയിട്ടുള്ളത് മുജീബ് മജീദാണ്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി ഹരികൃഷ്ണൻ ലോഹിതദാസ് ആണ്. വലിയ സംഭവമൊന്നും ചെയ്തു വെച്ചിട്ടില്ല. പിന്നെ ഈ രാജേഷ് മാധവനും അദ്ദേഹത്തിന്റെ പേരായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളും, അതായത് എൽദോസ് ആണ് ക്യാരക്ടറിന്റെ പേര്, അവരുടെ ഒരു സോങ് വരുന്നുണ്ട്, നായകന്റെ നായികയുടെ. ആ സോങ് കേട്ടിരിക്കാനായിട്ട് നല്ല രസമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വലിയ അടിപൊളി സംഭവങ്ങളൊന്നുമില്ല. ഒരു കല്യാണം സിറ്റുവേഷൻ ഉണ്ട് ഈ പടത്തിൽ, അത് നല്ല രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട്. ഒരുപാട് കണ്ടതാണ് നമ്മൾ ഈ തമാശകളിൽ, ഈ സ്കിറ്റില്ലേ, കോമഡി സ്കിറ്റിലൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. സോ ഇതാണ് ഒരു 2 മണിക്കൂർ
10-15 മിനിറ്റുള്ള ദേവദത്ത് ഷാജിയുടെ ധീരൻ കാണാം. വലിയ പുതുമയോ അല്ലെങ്കിൽ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട, കണ്ടിരിക്കാം, ചിരിക്കാം, തീർന്നു. ഇതാണ് ധീരൻ.